വയനാട് എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. അതിനാൽ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോഴും വയനാട്ടിൽ വന്ന് മത്സരിക്കുകയും അതിനുശേഷം ഇപ്പോൾ സഹോദരിയെ ഇവിടെ എത്തിച്ച് മത്സരിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്രിയങ്ക വന്നപ്പോൾ പറഞ്ഞു വലിയ രീതിയിൽ ജനങ്ങൾ പുറത്തിറങ്ങി വോട്ട് ചെയ്യും, പ്രിയങ്കയ്ക്ക് 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. അവർ ഇപ്പോൾ നിലവിൽ പിന്നോട്ട് പോയിട്ടുണ്ടോ ജോണേട്ടാ? പുതിയൊരു വാർത്ത വരുന്നത് കോൺഗ്രസ് അതിനെക്കുറിച്ച് അന്വേഷിക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് അതിനെ ഗൗരവമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവർ പറഞ്ഞത് പോളിംഗ് കുറഞ്ഞത് പ്രിയങ്കയെ ബാധിക്കില്ല എന്ന് കെ സി വേണുഗോപാൽ പറയുന്നുണ്ട്. കെ സി വേണുഗോപാൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് പരിശോധിക്കാൻ ബൂത്ത് ഏജന്റുമാരെ ഉൾപ്പെടുത്തി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അവലോകനം നടത്തും. തീർച്ചയായും അത് പരിശോധിക്കേണ്ടത് പാർട്ടിയുടെ കടമയാണ്. കാരണം ആദ്യമായി രാഹുൽ ഗാന്ധി വന്നപ്പോൾ 80%. അതെ, അത് വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് കിട്ടിയത് ആ ശതമാന കണക്ക് നോക്കുകയാണെങ്കിൽ ആ രാഹുൽ മത്സരിച്ച സമയം അത് 72%. അവിടെ നിന്ന് വീണ്ടും കുറഞ്ഞാണ് 64-ലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിനെ ആയിരിക്കും പ്രധാനമായി ബാധിക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണല്ലോ. അതെ, കോൺഗ്രസ് അതിനെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സാധാരണഗതിയിൽ കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന പാർട്ടിയല്ല. ഇപ്പം അവർ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ പരാജയപ്പെടുന്നു, ഒരു മണ്ഡലത്തിൽ നേതാവാണല്ലോ, ദേശീയ നേതാവാണ്, അല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ പരാജയപ്പെടുന്നു, അപ്പോൾ അതിന് പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വയ്ക്കും. 5 വർഷം കഴിഞ്ഞാൽ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചാൽ തന്നെ അതിനെക്കുറിച്ച്, അതേസമയത്ത് ഇപ്പോൾ BJPയും CPM അങ്ങനല്ല. ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ CPM ഒക്കെ കണ്ടില്ല, ഒരു മണ്ഡലത്തിൽ വിജയിക്കുന്നു, കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അവിടെ അന്വേഷിക്കാൻ അവർ കമ്മിറ്റിയെ വയ്ക്കും, സമിതി വരും. ഇനി വേറൊരു സ്ഥലത്ത് വോട്ട് കുറഞ്ഞു, അപ്പോഴും ജയിച്ച മണ്ഡലമാണെന്ന് ഓർക്കണം. അപ്പോൾ അത് BJPയും അങ്ങനെ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു ശീലമല്ല. അവർ ഒരു കമ്മിറ്റി, ആരെങ്കിലും ചായ കുടിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നു, അവിടെ ചെന്നൊരു കമ്മിറ്റി റിപ്പോർട്ട് ഈ ആളുകളെ കണ്ടെഴുതുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ കമ്മിറ്റി അതുപോലെയാണ്, ജംബോ കമ്മിറ്റി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ റിപ്പോർട്ട് എഴുതാൻ ചുമതലപ്പെടുത്തിയത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് റിപ്പോർട്ട് എഴുതാൻ ചുമതലപ്പെടുത്തിയ ആള് അടുത്ത 5 വർഷം കഴിഞ്ഞ് ആ പാർട്ടിയിൽ ഉണ്ടാകണമെന്നുമില്ല, അയാളെ ചാടി അടുത്ത പാർട്ടിയിൽ പോകും. അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. പക്ഷേ ഇവിടെ ശ്രീജിത്ത് പറഞ്ഞ പോലെ നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്തതാണ്, എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. ഒന്ന് പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്ന ഒരു കാര്യം, കോൺഗ്രസ് ആലസ്യത്തിലായിരുന്നു. അതായത് കോൺഗ്രസിന് എപ്പോഴും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ആളുകൾ വന്നങ്ങ് വോട്ട് ചെയ്യും എന്ന് കോൺഗ്രസ് എക്കാലത്തും ധരിച്ചിരുന്നു. അത് ഒരു കാലഘട്ടം വരെ അങ്ങനെ ശരിയായിരുന്നു. കാരണം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന ഒരു തലമുറയുണ്ട്. ആ തലമുറ കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തലമുറയെ സംബന്ധിച്ച് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന നേതാക്കന്മാരെന്നൊക്കെ പറയുന്നത് അവർ അറിഞ്ഞിട്ടുള്ള ആളുകളല്ല, കേട്ടിട്ടുണ്ട് എന്നുള്ളതിൽ. അത് പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ അവർ തന്നെ പലരെയും കേട്ടിട്ടുമില്ല, പല നേതാക്കന്മാരെ കുറിച്ച്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് അന്നുണ്ടായിരുന്ന ആ വോട്ട് ബാങ്ക് ഇല്ലാതായിപ്പോയി. അന്ന് ഉണ്ടായ തലമുറ എന്ന് പറഞ്ഞാൽ അവർ നേരെ വന്നിട്ട് കോൺഗ്രസിൻ്റെ ചിഹ്നം ഏതാണോ ആ ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്തു പോകുന്നതായിരുന്നു രീതി. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് മാറിയിട്ട് പുതിയ തലമുറ വരുന്നു, അവരുടെ മുന്നിൽ വികസനം. അവർ അതായത് കൃത്യമായി എന്താണോ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടുള്ള പാർട്ടി ഏതാണോ അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പുതിയ തലമുറ മാറി. കോൺഗ്രസ് ഇപ്പോഴും ആ നിൽക്കുന്നിടത്ത് ഒരു 10, 20, 25 വർഷം പിന്നിലാണ് അക്കാര്യത്തിൽ, അത് പറയാതെ വയ്യ. അപ്പോൾ കോൺഗ്രസിൻ്റെ ആ രീതി മാറി കൃത്യമായ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക്. പിന്നെ കോൺഗ്രസ് എപ്പോഴും അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് ഒരു ആൾക്കൂട്ടമാണ് എന്ന് പറയും. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, പക്ഷെ അത് മാറ്റുമെന്നായിരുന്നു സുധാകരൻ പറഞ്ഞത്. ഒന്നും നടന്നില്ലല്ലോ, സെമി കേഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല. അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. കോൺഗ്രസിൽ എങ്ങനെ സെമി കേഡർ ആക്കാൻ കഴിയില്ലേ? കോൺഗ്രസ്സിൽ സുധാകരൻ വന്നതിന് ശേഷം എനിക്കിത് തുടക്കത്തിൽ സുധാകരൻ കുറേ പരിപാടികളൊക്കെ കിട്ടും. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് കോൺഗ്രസിൻ്റെ ഒരു, അല്ലെങ്കിൽ ഈ സൈബർ സെല്ലിൻ്റെയൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. കോൺഗ്രസിൻ്റെ സെല്ല് സോഷ്യൽ മീഡിയ. ഞാൻ സൈബർ സെല്ലെന്നാണ് പറഞ്ഞത്, സോഷ്യൽ മീഡിയ. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, നിരന്തരം ആ സമയത്തുള്ള കാര്യം ഞാൻ പറഞ്ഞു, നിരന്തരം പരിപാടികൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഫണ്ട് സംഘടിപ്പിക്കണം, പരിപാടിക്ക് ആളിനെ കൂട്ടണം. അങ്ങനെ സുധാകരൻ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അദ്ദേഹം അത് അവസാനിപ്പിച്ചു. അത് എങ്ങനെയാണ് ഈ സുധാകരനും VD സതീശനും തമ്മിലൊരു പാർട്ടിയിലൊരു തർക്കം ഉണ്ടായിട്ടുണ്ടല്ലോ, ആരാണ് ശക്തനെന്ന രീതിയിൽ, ആ സമയത്തായിരിക്കും ബാധിച്ചത്? ഈ 2 പേര് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ
സ്വാഭാവികമായിട്ടും അത് ഉണ്ടാകുമല്ലോ. അപ്പം ഈഗോ വരുമ്പോൾ അത് അവരുടെ പാർട്ടിയെ അത് ബാധിക്കും, പ്രവർത്തനങ്ങളെ ബാധിക്കും, പരസ്യമായ ആക്ഷേപങ്ങൾ വരുമ്പോൾ. ആരാണ് അതിൽ മുന്നിലെന്നുള്ള തർക്കം ഇപ്പോഴും നിലവിൽ ഇപ്പോഴും ഉണ്ട്. ആരാണ് ഒരു യോജിപ്പ് ഇല്ലാത്ത പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലല്ലേ നമ്മൾ അത് കണ്ടത്. മൈക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വരുന്നു. പിന്നെ കമ്മിറ്റികളിൽ തന്നെ അവർക്ക് പല കാര്യങ്ങളിലും തർക്കമുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം, ഒരു തലയെടുപ്പുള്ള മുതിർന്ന നേതാക്കന്മാരുടെ അഭാവം കോൺഗ്രസിനെ വല്ലാതെ കേരളത്തിൽ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും നമ്മളിതൊക്കെ പറയുമ്പോഴും കേരളത്തിൽ ഇപ്പോഴും സ്വാധീനമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പണ്ട് കാലത്ത് കരുണാകരനായിരുന്നു, അതിനുശേഷം ആന്റണിയായി. കരുണാകരൻ, ആന്റണി, ഉമ്മൻചാണ്ടി അങ്ങനെ പറയുന്ന തലയെടുപ്പുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നു, ജനകീയരായ നേതാക്കന്മാരായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരല്ല. ഇവിടെ വയനാട്ടിൽ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആലസ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോട്ടങ്ങ് ചെയ്തോളൂ, ആളുകൾ വന്ന് വോട്ട് ചെയ്തോളും എന്ന് പ്രിയങ്ക ഗാന്ധി ആദ്യമായി മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പ്. ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അല്ല, അതിൽ ഏറ്റവും തമാശ ഇന്ദിരാഗാന്ധിയുടെ മൂക്കുണ്ട്. അതെ, മൂക്കുള്ള. അല്ല, ഞാനതാ പറഞ്ഞത്. ഈ ഇന്ദിരാഗാന്ധിയുടെ മൂക്കും ഇന്ദിരാഗാന്ധിയുടെ മുടിയും എന്നൊക്കെ പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് അത് അവരെ സംബന്ധിച്ച് അവരെ ആകർഷിക്കുന്ന ഒരു ഘടകമല്ല. അല്ല, അവിടെ നിന്ന് വരുന്ന ജോണേട്ടൻ പറഞ്ഞ പ്രധാനപ്പെട്ട റിപ്പോർട്ട് യുവതലമുറയിൽപ്പെട്ടവരുടെ വോട്ട് അവർ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നിട്ടുണ്ടെന്നാണ് പുതിയ വിവരം. കാരണം മുതിർന്നവർ മാത്രമാണ് അവിടെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. അത് കോൺഗ്രസിനെ ഭീതിയിൽ ആഴ്ത്തിയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാനതാ പറഞ്ഞു. ഇപ്പോൾ ഇന്ദിരാഗാന്ധി മരിക്കുന്ന 1984 എനിക്കൊക്കെ ചെറിയ ഓർമ്മയുണ്ട്. നമ്മുടെ ഒരു ചെറിയ പ്രായത്തിൽ ഇന്ദിരാഗാന്ധി മരിക്കുന്ന ചെറിയ ഓർമ്മയാണ്. അന്ന് ഈ അധികം ടി വി ഒന്നും ഇല്ലല്ലോ, ആളുകൾ ടി വി ഒക്കെ കാണാം. അപ്പം ആ ചെറിയ ഓർമ്മ. പിന്നീട് എനിക്ക് അങ്ങനെ ഓർമ്മ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുമാണ് എനിക്ക് ഓർമ്മ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അന്ന് രാജീവ് ഗാന്ധി അന്ന് ആ മന്ത്രിസഭ പിരിച്ചു വിട്ടിട്ട് പിന്നെ ഇലക്ഷനിലേക്ക് പോകുന്നു. ആ ഇലക്ഷനിൽ നമ്മൾ തീരെ ചെറുതാണ്. അപ്പോൾ അന്ന് ഈ മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ട് ആളുകൾ പോകുന്നത് നമുക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. അതായത് പിന്നെ അത് കഴിഞ്ഞ് വന്ന തലമുറയിൽപ്പെട്ട ആർക്കാണ് ഇന്ദിരാഗാന്ധിയെ നേരിട്ട് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഇന്ദിരയെ ജീവിച്ചിരുന്ന സമയത്ത് അതിനുശേഷം വരുന്ന തലമുറയുണ്ട്. ഇന്ദിര ജീവിച്ചിരുന്ന സമയത്തുള്ള എത്ര പേര് മരിച്ചുപോയി. അവരെ സംബന്ധിച്ച് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു വികാരം. അപ്പോൾ ഇന്ദിരയുടെ മുടിയുണ്ട്, ഇന്ദിരയുടെ മൂക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ തലമുറയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അത് പ്രത്യേകിച്ച് രാജീവിന് ശേഷം ആ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരു മികച്ച ഒരു നേതാവ് ഉണ്ടായിട്ടില്ല. സോണിയാഗാന്ധി അങ്ങനെ അത്ര ജനകീയനായിരുന്നില്ല അല്ലേ? ജനകീയ മുഖം എന്ന് പറയാൻ സോണിയാഗാന്ധി നല്ല നേതാവാണ്, പക്ഷെ വലിയ ക്രൗഡ് പുള്ളർ ആവാൻ അങ്ങനെയില്ല. പിന്നെ ഇതിനകത്ത് ഈ രാഹുൽ ഗാന്ധിയാണെങ്കിൽ തുടർ പരാജയങ്ങൾ ഇപ്പോഴും പറയുന്നത് 2024 തിരഞ്ഞെടുപ്പ് നാം നോക്കുമ്പോഴും അറിയാം. ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ടുണ്ട്. കാശ്മീർ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നിട്ടുണ്ട്. ഒന്നും നടക്കാതെ മൻമോഹൻ സിംഗ് 2009 തിരഞ്ഞെടുപ്പിൽ 206 സീറ്റ് നേടി. 2009 തിരഞ്ഞെടുപ്പിൽ ഈ കന്യാകുമാരി ടു കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നടന്നിട്ട് ഉണ്ടാക്കിയ സീറ്റ് വേറെ 99. അപ്പോഴും നാം അത് ആ കണക്കും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതെ. അല്ല, എന്ത് സംഭവിച്ചു എന്നുള്ളത്, എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിനകത്ത് തിരുത്തലുകൾ, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിപ്പോൾ അന്വേഷണം വളരെ ഗൗരവമായിട്ട് അവരതിനെ കണ്ടിരിക്കുന്നു. പോളിംഗ് കുറഞ്ഞത് പ്രിയങ്കയെ ബാധിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നത്. പോളിംഗ് കുറഞ്ഞത് തീർച്ചയായിട്ടും അവരുടെ വോട്ടാണല്ലോ. അവിടെ ഒരു വലിയ ശതമാനം വോട്ടെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വോട്ടാണ്, UDFൻ്റെ വോട്ടാണ്. അതേപോലെ പ്രിയങ്ക ഗാന്ധിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഭൂരിപക്ഷവുമായി മുന്നോട്ട് പോയാൽ വളരെ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ ഈ പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം കുറഞ്ഞാൽ അത് തോൽവിക്ക് സമാനമല്ലേ? രാഹുൽ ഗാന്ധി വന്നിട്ട് 4 ലക്ഷം വോട്ടിനൊക്കെ ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ അതിലും താഴേക്ക് പോകുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ജനം അവരെ അത്രയധികം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു തോന്നൽ പൊതുസമൂഹത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കാരണമാകും. അപ്പോൾ അതുകൊണ്ടാണ് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് ഇത് അന്വേഷിക്കുക, അതും ബൂത്ത് ഏജന്റുമാരെ ഉൾപ്പെടുത്തി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അവലോകനം നടത്തുന്നു. അതായത് അത്രയും താഴെ തട്ടിലേക്ക് പോയിരിക്കുന്നു. വോട്ട് നമുക്കിപ്പോൾ ഒരു വോട്ട് മറിക്കണമെന്ന് വിചാരിച്ചാൽ ബൂത്ത് അടിസ്ഥാനത്തിലാണ്. ഒരു 10 പേര് മാറി വോട്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് പരിചയമുള്ള ഒരു 10 പേരെ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ എങ്ങനെയാണ് ഒരാളെ നമ്മൾ തോൽപ്പിക്കുന്നത്? ഏറ്റവും കൂടുതൽ നമുക്ക് എളുപ്പം തോൽപ്പിക്കാൻ പറ്റുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ്. ഇവിടെ 10 വോട്ടെന്ന് പറയുന്നത് ഒരു ബൂത്തിലെ 10 വോട്ട് മറിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട, ഈ 10 വോട്ട് മറിക്കിയാൽ അത് 20 വോട്ടിൻ്റെ ഫലമാണ് ചെയ്യുന്നത്. 20 വോട്ടെന്നൊക്കെ പറയുന്നത്
വളരെ പ്രധാനപ്പെട്ട ഒരു 2 ബൂത്തൊക്കെ ഉണ്ടെങ്കിൽ 40 വോട്ടിൻ്റെ ഫലം ചെയ്യും. 40 വോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ വലിയ റിസൾട്ട് മാറി മറിയുന്നത് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അപ്പോൾ അവരും എങ്ങനെയായിരിക്കും ഇതിനെക്കുറിച്ച്? അവരെ സംബന്ധിച്ച് അവർക്കും അത് പ്രിയങ്ക ഗാന്ധി ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ. അവരുടെ ഭാഗത്ത് നിന്ന് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വോട്ട് ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ ആയിരിക്കും. അവരുടെ ഒരു സഹജ സ്വഭാവം അതിപ്പോൾ വലിയ നേതാവ് ജോണേട്ടൻ മുൻപ് പറഞ്ഞ പോലെ ഈ വിജയിക്കുമെന്ന പ്രതീക്ഷ ഉള്ളതുകൊണ്ടായിരിക്കുമോ ആലസ്യം ഉണ്ടാകും? വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ, വോട്ട് ചെയ്യാൻ ആളുകളെ കൊണ്ടുപോകണം, അവരെ എത്തിക്കാനുള്ള. പിന്നെ വേറെ കാര്യം, മറ്റൊരു അതും കൂടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആ പ്രചരണമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തെ ഉപേക്ഷിച്ചു പോയി, പകരം അനാവശ്യമായ അതെ അതും ജനത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നവർ തീരുമാനിച്ചാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല.